Good morning to all. Good morning, Good morning. Good morning, Miss. Yeah. Good morning. Okay. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? എന്താ ഒന്നും മിണ്ടാത്തെ? കഴിച്ചു മിസ്സേ. ഓക്കെ, ഞാൻ എപ്പോഴും ചോദിക്കുമെന്ന് അറിയാലോ, അപ്പൊ നിങ്ങൾ ആക്ടർ പ്രതീക്ഷിച്ച് വെച്ചോട്ടോ. ഓക്കെ, ചുമ്മാ എങ്ങനെയാ ഒരു ക്ലാസ് എടുക്കാല്ലേ? എന്തെങ്കിലുമൊക്കെ സംസാരിക്കണ്ടേ അല്ലേ? അത് വന്ന വഴിയൊക്കെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറയുന്നതിലൊക്കെ ഏറ്റവും ബെറ്ററല്ലേ? ചുമ്മാ ആരെങ്കിലും ക്യാഷ്വലായിട്ട് സംസാരിച്ച് അതിനുശേഷം ക്ലാസ്സിലേക്ക് പോകുന്നത് അല്ലേ? ആക്റ്റീവ് ആണോ എല്ലാവരും? ഇഗോളി മീറ്റിംഗ് ആണ്. ടെൻസ് കുറച്ചുകൂടെ പഠിക്കാൻ എങ്ങനെയുണ്ടായിരുന്നു? ടെൻസ് സിമ്പിൾ ആയിട്ട് തോന്നിയോ? പറയൂ, സിമ്പിൾ ആണോ? ഞാനോടാ ചോദിക്കുന്നത്, നിങ്ങളൊന്നും മിണ്ടുന്നില്ല. ടെൻസ് മാത്രം ഇങ്ങനെ പഠിച്ചാൽ പോരട്ടോ, നമുക്ക് സംസാരിക്കണം. ഓക്കെ, സെന്റൻസ് ക്രിയേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യണം, സ്പീക്ക് ചെയ്യണം. ഓക്കെ, സംസാരിക്കണം. അതിനൊക്കെ വേണ്ടിയാണ് ടെൻസ് പഠിപ്പിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് കംപ്ലീറ്റ് ചെയ്തു. ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആയോ? ക്ലിയർ ആണ്. കുറച്ചുകൂടെ മലയാളം ടെൻസ് നോക്കിയാലോ? നോക്കാം. എന്താണ് മിണ്ടുന്നില്ലല്ലോ? റെസ്പോണ്ട് ചെയ്യൂ. ഞാൻ ഓൺ മ്യൂട്ട് കൊടുത്തിട്ടില്ലല്ലോ, അപ്പൊ നിങ്ങൾക്ക് സംസാരിക്കാലോ. കുറച്ചുകൂടെ നോക്കാം. ആ, പറയൂ, സംസാരിക്കൂ. ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ. നോട്ട്ബുക്ക് എടുത്തോളൂ. കുറച്ചധികം മലയാളം സെന്റൻസ് തരാം, അത് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ മലയാളം മാത്രമേ പറയൂ കേട്ടോ, നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാം. എന്റെ അച്ഛൻ എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്നു. എന്റെ അച്ഛൻ എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്നു. ഫസ്റ്റ് ആദ്യം മലയാളം ഫുൾ എഴുതിയിരിക്കുക, അതിനുശേഷം ആദ്യം ഇംഗ്ലീഷ് എഴുതാം കേട്ടോ. ഒന്നില്ലെങ്കിൽ മലയാളം സെന്റൻസ് ചെയ്തതിനു ശേഷം കുറച്ച് സ്പേസ് വിടാം, അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി എഴുതുക, അതിനുശേഷം മാത്രം ലാസ്റ്റ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ, എന്റെ അച്ഛൻ എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്നു. ഓക്കെ, അവൾ ബാസ്കറ്റ്ബോൾ കളിക്കാൻ ഇഷ്ടപ്പെടുന്നു. അവൾ ബാസ്കറ്റ്ബോൾ കളിക്കാൻ ഇഷ്ടപ്പെടുന്നു. അവൾ ബാസ്കറ്റ്ബോൾ കളിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഓക്കെ, ഞങ്ങൾ എല്ലാ ദിവസവും ടെന്നീസ് കളിക്കുന്നു. ഞങ്ങൾ എല്ലാ ദിവസവും ടെന്നീസ് കളിക്കുന്നു. അവൻ എല്ലാ ദിവസവും നേരത്തെ എഴുന്നേൽക്കുന്നു. അവൻ എല്ലാ ദിവസവും നേരത്തെ എഴുന്നേൽക്കുന്നു. അവൻ എല്ലാ ദിവസവും നേരത്തെ എഴുന്നേൽക്കുന്നു. ഞങ്ങൾ പതുക്കെ നടക്കുന്നു. ഞങ്ങൾ പതുക്കെ നടക്കുന്നു. അവർ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നു. അവർ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നു. അവർ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നു. എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്.
എന്റെ ബ്രദർ, എന്റെ ചേട്ടൻ എപ്പോഴും കാറ് കഴുകുന്നു. എന്റെ ചേട്ടൻ എപ്പോഴും കാറ് കഴുകുന്നു. അവൾ രാവിലെ 8 മണിക്ക് സ്കൂളിൽ പോകുന്നു. അവൾ രാവിലെ 8 മണിക്ക് സ്കൂളിൽ പോകുന്നു. അവർ വൈകുന്നേരം ടി വി കാണുന്നു. അവർ വൈകുന്നേരം ടി വി കാണുന്നു. അവർ വൈകുന്നേരം ടി വി കാണുന്നു. അവർ അവൾ അവൾ എല്ലാ ദിവസവും രാത്രി ഡിന്നർ കുക്ക് ചെയ്യുന്നു. ഡിന്നർ പാചകം ചെയ്യുന്നു, അല്ലെങ്കിൽ അത്താഴം പാചകം ചെയ്യുന്നു. അവൾ എല്ലാ ദിവസവും രാത്രി അത്താഴം പാചകം ചെയ്യുന്നു. അവൾ എല്ലാ ദിവസവും രാത്രി അത്താഴം പാചകം ചെയ്യുന്നു. അവൾ ടീച്ചറായി ജോലി ചെയ്യുന്നു. അവൾ ടീച്ചറായി ജോലി ചെയ്യുന്നു. അവൾ ടീച്ചറായി ജോലി ചെയ്യുന്നു. അവൻ ഞായറാഴ്ചകളിൽ കാറ് വാഷ് ചെയ്യുന്നു. കാറ് കഴുകുന്നു. അവൻ ഞായറാഴ്ചകളിൽ കാറ് കഴുകുന്നു. ഇപ്പൊ എത്ര നായി? How much? 13. Okay, okay. മാം ഒന്നുകൂടി പറയാവോ? ഫസ്റ്റോട്ടോ ഞാൻ എവിടെ നോക്കി എടുത്താ പറയുന്നത് കേട്ടോ, അങ്ങനെ ചോദിക്കരുത്. ഞാൻ ആരോടെങ്കിലും പറയാം കേട്ടോ. രണ്ടെണ്ണം കൂടെ വേണമല്ലോ. അവൾ എപ്പോഴും ഇംഗ്ലീഷ് സംസാരിക്കുന്നു. അവൾ എപ്പോഴും ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ലൈബ്രറിയിൽ ഇരുന്ന് പഠിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ലൈബ്രറിയിൽ ഇരുന്ന് പഠിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ലൈബ്രറിയിൽ ഇരുന്ന് പഠിക്കുന്നു. ഓക്കെ, 15 ആയില്ലേ? ഓക്കെ, ഒരു കാര്യം ചെയ്യൂ. ആരാണ് ചോദിച്ചത്? റംസീനെയാണ്. റംസീനെ ഒന്ന് പറഞ്ഞു കൊടുക്കാവോ? ആരെങ്കിലും ഒരാള് ഒന്ന് പറഞ്ഞു കൊടുക്കും. ഓക്കെ, കാരണം എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ അവിടെ നിന്നൊക്കെ എടുത്ത് ഓർത്താണ് പറയുന്നത്. എനിക്ക് കറക്റ്റ് ആ ഒരു ഓർഡറിൽ പറയാൻ അറിയില്ല. എന്റെ നോട്ടിൽ ഞാൻ എഴുതി വെച്ചിട്ടല്ല പറയുന്നത്, അതുകൊണ്ടാണ്. പറഞ്ഞോളൂ. എന്റെ അച്ഛൻ എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്നു. റംസീന കേൾക്കുന്നുണ്ടോ? അവൾ ക്ലിയർ ആവുന്നില്ല. എന്തോ കട്ടായി കേൾക്കണു, ക്ലിയർ ആവുന്നില്ല. ക്ലിയർ ആവുന്നില്ല. ഓക്കെ ഓക്കെ. മോൾ ഒന്നുകൂടെ പറയാവോ? എന്റെ അച്ഛൻ എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്നു. എന്റെ അച്ഛൻ എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്നു.
എഴുതിയോ? എഴുതി. അവൾ ബാസ്കറ്റ്ബോൾ ഇഷ്ടപ്പെടുന്നു. അയ്യോ വോയിസ് ക്ലിയർ ഒന്നുകൂടി പറയോ? അവൾ ബാസ്കറ്റ്ബോൾ കളിക്കാൻ ഇഷ്ടപ്പെടുന്നു. അവൾ ബാസ്കറ്റ്ബോൾ കളിക്കാൻ ഇഷ്ടപ്പെടുന്നു. അവൾ ബാസ്കറ്റ്ബോൾ കളിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഓക്കെ, ഞങ്ങൾ എല്ലാ ദിവസവും ടെന്നീസ് കളിക്കുന്നു. ഞങ്ങൾ എല്ലാ ദിവസവും ടെന്നീസ് കളിക്കുന്നു. അവൻ എല്ലാ ദിവസവും നേരത്തെ എഴുന്നേൽക്കുന്നു. അവൻ എല്ലാ ദിവസവും നേരത്തെ എഴുന്നേൽക്കുന്നു. അവൻ എല്ലാ ദിവസവും നേരത്തെ എഴുന്നേൽക്കുന്നു. ഞങ്ങൾ നടക്കുന്നു. ഞങ്ങൾ പതുക്കെ നടക്കുന്നു. ഓക്കെ, ഞങ്ങൾ പതുക്കെ നടക്കുന്നു. നെക്സ്റ്റ്, അവർ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നു. അവർ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നു. അവർ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നു. ഓക്കെ, എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. എന്റെ ചേട്ടൻ എപ്പോഴും ഒന്നുകൂടി പറയോ അത്? എന്റെ ചേട്ടൻ എപ്പോഴും കാർ കഴുകുന്നു. എന്റെ ചേട്ടൻ എപ്പോഴും കാർ കഴുകുന്നു. ഓക്കെ, നെക്സ്റ്റ്. അവൾ രാവിലെ 8 മണിക്ക് സ്കൂളിൽ പോകുന്നു. അവൾ രാവിലെ 8 മണിക്ക് സ്കൂളിൽ പോകുന്നു. അവർ വൈകുന്നേരം ടി വി കാണുന്നു. അവൾ എല്ലാ ദിവസവും രാത്രി അത്താഴം പാചകം ചെയ്യുന്നു. അവൾ എല്ലാ ദിവസവും രാത്രി അത്താഴം അവൾ ടീച്ചറായി ജോലി ചെയ്യുന്നു. അവൾ ടീച്ചറായി ജോലി ചെയ്യുന്നു. ഓക്കെ, അവൻ ഞായറാഴ്ചയിൽ കാർ കഴുകുന്നു. അവൻ ഞായറാഴ്ചകളിൽ കാർ കഴുകുന്നു. ഓക്കെ, then നെക്സ്റ്റ് ഏതാ? കഴിഞ്ഞോ? അവൾ എപ്പോഴും ഇംഗ്ലീഷ് സംസാരിക്കുന്നു. അവൾ എപ്പോഴും ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുന്നു.
ഞങ്ങൾ ഒരുമിച്ച് ലൈബ്രറിയിൽ നിന്ന് പഠിക്കുന്നു. ഓക്കെ അല്ല, അപ്പൊ എല്ലാവർക്കും കിട്ടിയല്ലോ. ട്രാൻസ്ലേറ്റ് ചെയ്യൂ കേട്ടോ. ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അതിനുശേഷം നിങ്ങൾ എനിക്ക് ഒരുമിച്ച് ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, ഒരുമിച്ച് ടൈപ്പ് ചെയ്തിട്ട് ടെക്സ്റ്റ് ചെയ്യാം. അതായത് 15 എണ്ണം ഒരുമിച്ച് ടൈപ്പ് ചെയ്യാം, ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, നന്നായിട്ട് ആലോചിക്കുക. നന്നായിട്ട് ആലോചിച്ച് കറക്റ്റ് ഓരോ വേർഡും ട്രാൻസ്ലേറ്റ് ചെയ്യണ്ട. ഓക്കെ, എനിക്ക് സിമ്പിൾ മെത്തേഡ് ഉണ്ട്, സിമ്പിൾ വേർഡ്സ് ഉണ്ടാകാം. സോ ഇതൊക്കെ നന്നായിട്ട് ആലോചിച്ച് സമയമെടുത്ത് ടെക്സ്റ്റ് ചെയ്യുക. ഓക്കെ, എല്ലാവരും തന്നെ എനിക്ക് ടെക്സ്റ്റ് ചെയ്യണം. എനിക്ക് അറിയണം നമ്മൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട്, മിസ്റ്റേക്സ് വരുത്തുന്നുണ്ട്. ഇതുകൊണ്ടോട് എനിക്ക് ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ടെക്സ്റ്റ് ചെയ്യാം.
എല്ലാവരും ടെക്സ്റ്റ് ചെയ്യണം കേട്ടോ. എപ്പോഴും ഉണ്ടാകുന്ന ഇംഗ്ലീഷ് ഉണ്ട്. എവറി ടൈം. എന്തോ എപ്പോഴും എവറി ടൈം ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന വേർഡ് ആണല്ലോ. എപ്പോഴും നമ്മൾ മിക്കപ്പോഴും പറയുന്ന ഒരു വേർഡാണ്. എവറി ടൈം. ആലോചിച്ചോ. കിട്ടും സിമ്പിൾ ആണ്. ഓക്കെ, സൗപർണിക ഒരുമിച്ച് ടൈപ്പ് ചെയ്യൂ കേട്ടോ. ഒരുമിച്ച് ടൈപ്പ് ചെയ്ത് ടെക്സ്റ്റ് ചെയ്യാൻ നോക്കട്ടോ. അപ്പൊ എനിക്ക് ആരൊക്കെ ആണ് അയച്ചത് എന്ന് അറിയാൻ പറ്റും. അതിനു വേണ്ടിയാണേ.
നമുക്ക് 2 പേര് ടെക്സ്റ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാവരും കുറച്ച് പേരേ ഉള്ളൂ. ബാക്കി എല്ലാവരും ചെയ്യൂ കേട്ടോ. അതിനുശേഷം ഞാൻ വായിക്കുവോളെ. എല്ലാവരും ടെക്സ്റ്റ് ചെയ്തതിനു ശേഷം മാത്രമേ ഞാൻ ആൻസർ പറയുള്ളൂ കേട്ടോ. സോ മാക്സിമം എല്ലാവരും ടെക്സ്റ്റ് ചെയ്യാം. കുറച്ച് പേരും കൂടെ ഉണ്ട്. ഓക്കെ, സോ പെട്ടെന്ന് ചെയ്യാട്ടോ. ഓക്കെ, നമുക്ക് ആൻസർ പറയാം. എല്ലാവരും അയച്ചു എന്ന് തോന്നുന്നു. ആരൊക്കെയാണ്? ബ്ലെസ്സി അയച്ചു, റംസീന, മരിയ, അനമോൾ, ഹന്ന, ശ്രീഷ്മ, രേണു, ഓക്കെ, ടീന, സൗവർണിക, ഷംസീന. ഇനി ആരൊക്കെയാണ് അയക്കാനുള്ളത്? അബിൽ, അലൻ, അമൽ, അമൽജിത്ത്, അമ്ന, ധനുഷ, നിസി, നിസാമുദ്ദീൻ, സാന്ദ്ര, സുധി. ഇത്രയും പേരൊക്കെ അയക്കാനുണ്ടല്ലോ. പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്യൂട്ടോ. ഒരു 5 minutes. ഓക്കെ, അതിനുള്ളിൽ ടെക്സ്റ്റ് ചെയ്യാ. എന്നിട്ടും ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ആൻസർ പറയും കേട്ടോ.
First one, എന്റെ അച്ഛൻ എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്നു എന്ന് പറയുമ്പോൾ my father goes to gym every day. Correct ആണ്. Okay. My father goes to gym every day. My father എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട വെർബ് സിംഗുലർ ആയിരിക്കണം. Okay. Then she likes basketball playing. അതായത് അവർക്ക് ബാസ്കറ്റ്ബോൾ കളിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നു? ബാസ്കറ്റ്ബോൾ കളിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെടുക എന്നാണ് അവിടെ വെർബ് വരുന്നത് അല്ലെ. അപ്പോ she likes to play basketball. Okay, she likes to play basketball എന്ന് പറയും. Okay. Next one, ഞങ്ങൾ എല്ലാ ദിവസവും ടെന്നീസ് കളിക്കുന്നു. അങ്ങനെ തന്നെയല്ലേ? ഞങ്ങൾ എല്ലാ ദിവസവും ടെന്നീസ് കളിക്കുന്നു. ഇല്ലാണെങ്കിൽ we play tennis every day, every daily എന്നൊക്കെ പറയാം കേട്ടോ. every day daily ചെയ്യാം, സ്റ്റെപ്പൊന്നുമില്ല. We play tennis every day. Okay. And next one, he gets up early in the morning. അതായത് അവൻ നേരത്തെ ടെന്നീസിന്റെ മൂന്നാമത്തെ പോയിന്റ് ഒന്നുകൂടി പറയോ? ഞങ്ങൾ എല്ലാ ദിവസവും ടെന്നീസ് കളിക്കുന്നു. We play tennis every day. We play tennis every day. കാരണം we എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്ത വെർബ് പ്ലൂറൽ ആയത്. We play എന്ന് പറയുന്ന വെർബ് പ്ലൂറൽ ആണ്. അപ്പോ we play tennis every day. Every day യൂസ് ചെയ്യാം, ഡെയിലി പറയാം, എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. Okay. Then next one, അവൻ എന്നും രാവിലെ എഴുന്നേൽക്കുന്നു തന്നെയാണ് ഞാൻ പറഞ്ഞത്. അവൻ എല്ലാ ദിവസവും നേരത്തെ എഴുന്നേൽക്കുന്നു. ഓക്കെ, അവൻ എല്ലാ ദിവസവും നേരത്തെ എഴുന്നേൽക്കുന്നു. He wakes up early every day. He wakes up, he gets up or wakes up early every day. എല്ലാ ദിവസവും നേരത്തെ എഴുന്നേൽക്കുന്നു എന്ന് പറയുമ്പോൾ early ആണ് കേട്ടോ. He wakes up early every day. Correct. Okay. ഈ സിംഗിൾ ആയതുകൊണ്ടാണ് അവിടെ വേക്സ് വന്നിരിക്കുന്നത്. Okay. Then next one, ഞങ്ങൾ പതുക്കെ നടക്കുന്നു. We walk slowly. That's all. We walk slowly. We walk slowly. Then അവർ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നു. They goes to church every Sunday. They goes to church every. They goes to church. Goes ആണ് പറയാ. They go to church. അല്ലേ? They plural ആയതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന verb plural ആയിരിക്കണം. They go to church every Sunday. Okay. Next one. എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. I like ice cream. I like ice cream. Then എന്റെ ചേട്ടൻ എപ്പോഴും കാറ് വാഷ് ചെയ്യുന്നു. He wash. My brother always washes the car. Always ആണ് കേട്ടോ. എപ്പോഴും എന്ന് പറയുന്നത് always ആണ്. My brother always washes the car. Brother singular ആയതുകൊണ്ടാണ് verb washes വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ my brother always washes the car. Okay. And the next one, അവൾ രാവിലെ 8 മണിക്ക് സ്കൂളിൽ പോകുന്നു. She goes to church. Sorry, she goes to school at 8 a.m. She goes to school at 8 a.m. She goes to school at 8 a.m. Then അവർ വൈകുന്നേരം TV കാണുന്നു. They watch TV in the evening. They watch TV in the evening. In the evening only. They watch TV in the evening. Okay.
And the next one, അവൾ എല്ലാ ദിവസവും രാത്രി ഡിന്നർ കുക്ക് ചെയ്യുന്നു അല്ലെ. She cooks dinner every night. She cooks dinner every night. Then next one ഏതാണ്? അവൾ ടീച്ചറായി വർക്ക് ചെയ്യുന്നു. She works as a teacher. She works as a teacher. Okay. And next one, he washes the car on Sundays. Sundays ഞായറാഴ്ചകളിൽ കാർ കഴുകുന്നു. He washes the car on Sundays. our day ആയതുകൊണ്ടാണ് on preposition വന്നേട്ടോ. Then അവൻ എപ്പോഴും ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്നാണ് അവൻ എപ്പോഴും. അവനാണ് അവളാണോ ആരായാലും she always speaks English. She always speaks English. Then ഞങ്ങൾ ഒരുമിച്ച് ലൈബ്രറിയിൽ പഠിക്കുന്നു അല്ലെ. We study together in the library. ലൈബ്രറിയിലാണല്ലേ, in the library. We study together in the library. Okay. അതൊക്കെ കറക്റ്റ് ആയി. ആർക്കൊക്കെ മിസ്റ്റേക്സ് വന്നു എന്ന് മനസ്സിലായോ? ചെറിയ ചെറിയ മിസ്റ്റേക്സ് മാത്രമേ വന്നിട്ടുണ്ടാവുള്ളൂ അല്ലെ. സിംഗുലറും പ്ലൂറലും നമുക്ക് അതുപോലെ കറക്റ്റ് പ്രിപ്പോസിഷൻ യൂസ് ചെയ്യാം. ക്ലിയർ ആയോ? മനസ്സിലായോ? ഇതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഹാബിറ്റ് പറയാനും റൊട്ടീൻസ് പറയാനും പെർമനന്റ് സിറ്റുവേഷൻസ് ആണെങ്കിലും യൂണിവേഴ്സൽ ട്രൂത്ത് ആണെങ്കിലും ഈ ചെയ്യുന്നു എന്ന് പറയുന്ന രീതിയിൽ എല്ലാരും നമുക്ക് ഈ പറയുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പൊ എനിക്ക് ടേസ്റ്റ് ഇഷ്ടമാണ്, എനിക്ക് അത് ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നതൊക്കെ ഈ പറയുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഇതിപ്പോ നമ്മൾ പഠിച്ചതെല്ലാരും പോസിറ്റീവ് സെന്റൻസ് ആണ് കേട്ടോ. ഓക്കെ. She always speaks English എന്നാണ്. അത് സ്പീക്ക് ഇംഗ്ലീഷ് എന്നുള്ള. She always speaks English എന്നുള്ള. സ്പീക്സ് എന്നുണ്ടോ? സ്പീക്സ് ആണ് കേട്ടോ. സ്പീക്സ് ആണ് സിംഗുലർ ആയതുകൊണ്ട് അവിടെ യൂസ് ചെയ്യുന്നത് വെറുതെ സിംഗുലർ തന്നെയാണ്. അപ്പൊ സ്പീക്സ് ആണേ. മിസ്സേ, he wakes up early every day. അപ്പൊ early കഴിഞ്ഞിട്ട് പ്രപ്പോസിഷൻ വേണ്ട? വേണ്ട. He wakes early every day. Every day എന്നല്ലേ. ഇവിടെ മോർണിംഗ് ആണെങ്കിലും പ്രപ്പോസിഷൻ ആവശ്യമില്ല. ഏർലി എന്ന് പറയുമ്പോൾ പ്രപ്പോസിഷൻ ആഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. അല്ലെങ്കിൽ ഏർലി ഇൻ ദ മോർണിംഗ്, മോർണിംഗ് ആണെങ്കിൽ ഇൻ ദ മോർണിംഗ് അവിടെ നമുക്ക് ആഡ് ചെയ്യാം. ഇത് പറയുന്നത് എവറി ഡേ ആണ്. അപ്പോ he wakes up early every day. ഓക്കെ. അപ്പോ നമ്മളിപ്പോ നോക്കിയത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്, പോസിറ്റീവ് സെന്റൻസ് ആണ്. ഇതിന് നമുക്ക് നെഗറ്റീവ്സ് പറയാൻ പറ്റും, ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അല്ലെ, നമുക്ക് സ്റ്റേറ്റ്മെന്റ് മാത്രം പറഞ്ഞാൽ പോരല്ലോ അല്ലെ. ക്വസ്റ്റ്യൻസ് വേണം, നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് വേണം. ഇതെല്ലാം നമ്മൾ ചോദിക്കേണ്ടതാണ്. നമ്മുടെ ഡേ ടു ലൈഫിലാണെങ്കിൽ പോലും ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. ഇപ്പൊ ഇതുവരെ ഓക്കെ ആണല്ലോ. ടെൻസ് എങ്ങനെയുണ്ട്? ഒരു മലയാളം പറഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എന്നിട്ട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ. ഓക്കെ ആണോ? നിങ്ങളൊന്ന് സംസാരിക്കില്ലേ? ഓക്കെ മിസ്സേ. ഓക്കെയാണ് മിസ്സേ. ഇപ്പൊ ഇംഗ്ലീഷ് ഒക്കെ പഠിക്കാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നാറില്ല അല്ലേ? നിങ്ങൾക്ക് ഒരു തോന്നലില്ല, നിങ്ങളൊന്നും മിണ്ടത്തില്ലല്ലോ. സ്കൂളിൽ ഈ തപ്സൊക്കെ വരുന്നുണ്ട്, വേറെ ഒന്നുമില്ല. ഉണ്ട്. ഓക്കെ, ഉണ്ട്. ശ്രമിച്ചാ പറ്റും. ശ്രമിച്ചാൽ പറ്റും. അപ്പൊ ശ്രമിക്കണം. എന്നാലും ശ്രമിക്കുന്നുണ്ടല്ലോ പോലെ. ഒരു മണിക്കൂറെങ്കിലും ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ടല്ലോ. അത് തന്നെ വലിയ കാര്യം. ഓക്കെ, ആ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നോക്കാം. കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാം. പറയുന്ന കാര്യം അതേപോലെ തന്നെ ചെയ്യാം. ഓക്കെ, സംസാരിക്കാൻ പറയുമ്പോൾ സംസാരിക്കുക. ഇനി ഇതെല്ലാം പഠിപ്പിച്ചതിന് ശേഷം ഞാൻ സംസാരിക്കാൻ പറയും. ഓക്കെ, അന്നേരത്തെ മിണ്ടാതിരിക്കരുത്, ക്ലാസ്സിൽ ജോയിൻ ചെയ്യാതിരിക്കരുത്, ലെഫ്റ്റ് ആയി പോകരുത്.
കാരണം എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ്. ടെൻസ് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ എനിക്ക് എല്ലാം അറിയാം എന്നൊരു ഒരു തോന്നലാണ്. ടെൻസ് പഠിച്ചെന്ന് പറഞ്ഞ് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ടെൻസ്. സോ അത് നമ്മൾ സംസാരിച്ചാൽ മാത്രമേ നമുക്കത് അറിയാൻ പറ്റൂ. എത്രത്തോളം നമുക്ക് ടെൻസ് പഠിച്ചിട്ടുണ്ട്, നമ്മൾ എങ്ങനെ സംസാരിക്കുന്നു, നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ എന്നെല്ലാം നിങ്ങൾ അല്ലെ സംസാരിച്ചാൽ മാത്രമേ അറിയാൻ പറ്റൂ. അതുകൊണ്ട് മാക്സിമം ഇനി നമുക്ക് എന്തായാലും പ്രാക്ടീസ് സെക്ഷൻ വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, മസ്റ്റായിട്ട് ജോയിൻ ചെയ്യണം. ഓക്കെ, എന്നാൽ മാത്രമേ അല്ലാണ്ട് തിയറീസ് പഠിച്ചോണ്ട് കാര്യമുണ്ടോ? ഒരിക്കലല്ല കേട്ടോ. തിയറീസ് പഠിച്ച് ബുക്കിൽ എഴുതി വെച്ചോണ്ട് കാര്യമില്ല. തിയറീസ് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, തിയറി വേണം. അതിന്റെ കൂടെ തന്നെ നമ്മൾ പ്രാക്ടീസും കൂടി ചെയ്യണം. അത് ഇമ്പോർട്ടന്റ് ആണ്. അവിടെ മാക്സിമം എല്ലാ ക്ലാസ്സിലും ഇംഗ്ലീഷ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നോക്കാം കേട്ടോ. റെക്കോ ക്ലാസ് കാണണ്ട, ഭയങ്കര ബോറായിരിക്കും. ഓക്കെ, ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ, അപ്പൊ നോട്ട്സ് എല്ലാം കംപ്ലീറ്റ് ആകും. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ നമുക്ക് നെഗറ്റീവ്സ് പഠിക്കാം അല്ലെ. നെഗറ്റീവ്സ് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് നോക്കിയത്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് നോക്കണം. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് കാണാം. ഓക്കെ, ക്വസ്റ്റ്യൻസ് ചോദിക്കണം, അതുപോലെ നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ചോദിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അതിനുശേഷം നമുക്ക് അത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ എഴുതാം. നമുക്ക് ടൈപ്പ് ചെയ്യാൻ എളുപ്പമാണ്, പക്ഷെ അത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ. ഞാനിപ്പോ ഇത് പറയാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഫ്ലെക്സിബിലിറ്റി വരാൻ ചാൻസ് കുറവാണ്. അതുപോലെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്താണെങ്കിൽ. സോ ഇനി അങ്ങോട്ട് നമുക്ക് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം സിംഗിൾ പെർസെന്റൻസ് കംപ്ലീറ്റ് ആയതിനു ശേഷം ഒന്ന് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? നിങ്ങളൊക്കെ സംസാരിക്കാൻ ഓക്കെ ആണോ? നിങ്ങൾ സംസാരിക്കും എന്നോട്? സംസാരിക്കും. അതെ, സംസാരിക്കും. നോക്കാം, സംസാരിക്കണം. ഓക്കെ, ചുമ്മാ ഇതിനൊക്കെ സംസാരിക്കും. കാരണം ചുമ്മാ ആയിട്ടോട് ഫ്രണ്ട്ലി ടോക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ കുറച്ച് കംഫർട്ടബിൾ ആവും. പിന്നെ നമുക്ക് ഇങ്ങനെ സംസാരിക്കാം. ഓക്കെ ഓക്കെ മിസ്. ഓക്കെ ആണോ? ബോർഡ് എടുക്കുന്നുണ്ടോ ക്ലാസ്? അല്ലല്ലോ, നോ ബോർഡ് കാണാം. നോ നോ. ഓക്കെ, സോ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? 1 hour പെട്ടെന്ന് അങ്ങോട്ട് പോയി. Okay, so it's time to wind up this class. Okay, thank you. Thank you all. See you next class. Okay, Thank bye. you, miss. Thank you, miss. Thank you. Thank you, miss. Thank you, miss.